ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൽ എന്നെ ഒത്തിരി കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുള്ള 2 ഫ്രേസസിനെ കുറിച്ചാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് വൺ, ടു ക്ലിഞ്ച്. ടു ക്ലിഞ്ച് ടു ക്ലിഞ്ച് മീൻസ് to come to a conclusion or a decision or to an agreement after a long discussion. ഒരു നീണ്ട ചർച്ചയ്ക്ക് ശേഷം ഒരു കാര്യത്തിൽ ഒരു കൺക്ലൂഷനിലെത്തുക, അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലെത്തുക, ഒരു കരാറിലെത്തുക, അതിനാണ് ടു ക്ലിഞ്ച് എന്നുള്ള ഈ ഒരു ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഫോർ എക്സാമ്പിൾ, വി വിൽ കം ടു എ ക്ലിഞ്ച് ഓൺ ദിസ് മാറ്റർ വെരി സൂൺ. ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ എത്രയും വേഗം ഒരു തീരുമാനത്തിൽ എത്തുന്നതാണ്. ഷീ ഇവൻച്വലി ക്ലിഞ്ച്ഡ് ഹർ കൺഫ്യൂഷൻ അബൌട്ട് ഗോയിങ് ഫോർ ഹയർ സ്റ്റഡീസ്. അവൾക്ക് ഉപരിപഠനത്തിന് പോകുന്നതിനെക്കുറിച്ച് ഉണ്ടായിരുന്ന കൺഫ്യൂഷൻ മാറി അവളൊരു തീരുമാനത്തിൽ അവസാനം എത്തി. ഇനി അടുത്ത ഫ്രേസ്, ടു ക്ലിങ് ഓൺ ടു സംതിങ്. ടു ക്ലിങ് ഓൺ ടു സംതിങ് മീൻസ് ടു ഹോൾഡ് ഓൺ ടു സംതിങ്, അല്ലെങ്കിൽ ടു സ്റ്റിക്ക് ടു സംതിങ് ഓർ സംവൺ. ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നമ്മൾ ഉറച്ചു നിൽക്കുക, കടിച്ചു തൂങ്ങി നിൽക്കുക, മാറാതെ നിൽക്കുക എന്നൊക്കെ പറയില്ല. അതിനാണ് ടു ക്ലിങ് ഓൺ ടു സംതിങ് ഓർ സംവൺ എന്നുള്ള ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്യാറുള്ളത്. ഫോർ എക്സാമ്പിൾ, നോ മാറ്റർ വാട്ട് ഓൾ സ്ട്രഗിൾസ് വി ആർ ഗോയിങ് ത്രൂ ഇൻ അവർ ലൈഫ്, ഐ വിൽ ക്ലിങ് ഓൺ ടു യു ടിൽ ദ എൻഡ്. എന്തൊക്കെ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോയാലും അവസാനം വരെ ഞാൻ നിന്നെ വിട്ട് പോകില്ല. വി ഹാവ് ടു ക്ലിങ് ഓൺ ടു അവർ ഗോഡ് ഇൻ ഓൾ സർക്കംസ്റ്റൻസസ്. നമ്മുടെ എന്ത് സാഹചര്യങ്ങളിലും നമ്മുടെ ദൈവത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം, അല്ലെങ്കിൽ വി ഹാവ് ടു ക്ലിങ് ഓൺ ടു അവർ ഫെയ്ത്ത് ഇൻ ഓൾ സർക്കംസ്റ്റൻസസ്. ഇനി വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഡോണ്ട് ക്ലിങ് ഓൺ ടു സച്ച് വർത്ത്ലെസ് എൻ്റർടൈൻമെൻറ്റ്സ്, ഇറ്റ് വിൽ വേസ്റ്റ് യുവർ ടൈം ആൻഡ് എനർജി. ഡോണ്ട് എവർ ക്ലിങ് ഓൺ ടു സച്ച് വർത്ത്ലെസ് എൻ്റർടൈൻമെൻറ്റ്സ്, ഇറ്റ് വിൽ വേസ്റ്റ് യുവർ ടൈം ആൻഡ് എനർജി.